വണക്കം. UAE ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിൽ വന്നു പോയതിനു ശേഷം എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജാവിന് വല്ലാത്ത ഒരു ഉന്മേഷം. നമ്മുടെ അണ്ണൻ തമ്പിയിൽ പറയുന്നത് പോലെ ശ്യാമള സാർ ഇന്ന് നല്ല ഉഷാറിലാണല്ലോ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ UAE ഭരണാധികാരി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടുപോയതിനു ശേഷം പല ഭരണാധികാരികൾക്കും ഇത്തരത്തിലുള്ള ഏനക്കേടുകൾ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബ്രസീലിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ലുലാ ഡാ സിൽവ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഒന്ന് മീറ്റ് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഇതുവരെ സാർ എന്ന് വിളിച്ചു നിന്ന അങ്ങേര് ഒരക്ഷരം അതിൽ മാറ്റിയാണ് വിളിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാവുന്നൊരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പം നരേന്ദ്രമോദിയെ മീറ്റ് ചെയ്തിട്ട് പോയ ശേഷം നമ്മുടെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നില്ല ജഗതിയെ പോലെ താൻ ആരുവാ നാരായണ കൂരാണ പോവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിഭീകര പെർഫോമൻസാണ് ലുലാ ഡാ സിൽവ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ അച്ഛനെ വിളിക്കുന്ന ഒരു നിലപാടിലാണ് യഥാർത്ഥത്തിൽ ലുലാ ഡാ സിൽവ നിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഒന്ന് പറഞ്ഞ 10 തിരിച്ചു പറയും. അതിനുശേഷം നരേന്ദ്രമോദിക്ക് അദ്ദേഹം കോൾ ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് UAE ഭരണാധികാരിയും. അൽ നഹ്യാൻ ഇന്ത്യയിൽ വന്നു പോയതിനു ശേഷം പാകിസ്ഥാൻ്റെ അണ്ടം കീറുന്ന ഒരു നടപടിയെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ്. ആ നടപടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദ് വിമാനത്താവളം ഇനി ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പോഴിതാ അൽ നഹ്യാൻ പുതിയൊരു നിലപാടെടുത്തിരിക്കുകയാണ്. ആ നിലപാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, GCC രാജ്യങ്ങളുടെ എല്ലാം സംരക്ഷണം എല്ലാവർക്കും ഞാൻ ആണവ കൊട തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക GCC രാജ്യങ്ങളുടെ സംരക്ഷണം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം. UAEയും സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും എല്ലാം അമേരിക്കയുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് UAE അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. അമേരിക്ക ഇറാനെ അടിക്കാനായിട്ട് വലിയ പടക്കപ്പലുകളൊക്കെ ആയിട്ട് ഈ ഡീഗോ ഗാഴ്സിയയിൽ വന്ന് ഡോക്ക് ചെയ്തിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഖമേനി ഓടി ബങ്കറിൽ കയറിയിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് ലൈറ്റ് പോലും ഇടാതെ അവിടെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇറാൻ വാർത്തകൾ പറയുന്നത് ഖമേനി ബങ്കറിലൊന്നും പോയിട്ടില്ല, ഖമേനി ഇവിടെ ഉണ്ട് എന്നാണ് ഇറാൻ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ UAE പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയോട്, ഇറാനെ നിങ്ങൾ അടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അടിക്കുമ്പോൾ നമ്മുടെ വ്യോമപാതയിലോട്ട് കടക്കരുത്. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പറയുകയാണ്. എങ്ങനെ? അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചോദിക്കുകയാണ്, എങ്ങനെ മനസ്സിലായില്ല? അല്ല, നമ്മുടെ വ്യോമപാത നമ്മൾക്ക് തുറന്നു തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ അറബി പറയാം എന്നാണ് അൽ നഹ്യാൻ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത്. ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന അമേരിക്കയ്ക്ക് UAE മുമ്പിലുള്ള വാതിൽ കൊട്ടിയടച്ചു. കാരണക്കുറ്റിക്കിട്ടൊരു അടി കൊടുത്തതുപോലെയാണ് കൊട്ടിയടച്ചതെന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാൻ കഴിയുമെന്ന ഭയമുണ്ട്. ഇറാനെതിരായിട്ടുള്ള സൈനിക ആക്രമണത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഞഹി എന്ന് പറഞ്ഞാൽ ഞഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. എന്തായാലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇറാനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്രമണത്തിനും നമ്മുടെ വ്യോമാതിർത്തിയോ കരയോ കടലോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക സ്ഥിരതയ്ക്കും നിഷ്പക്ഷതയ്ക്കും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, അത് വിട്ട് ഞങ്ങളൊരു കളിയുമില്ല എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. US പടക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയതോടെ ഇറാനിൽ കനത്ത തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ പ്രതിഷേധക്കാർ കിടന്ന് പൂന്ത് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ അധികാരങ്ങൾക്കെതിരായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ അമേരിക്കൻ ആക്രമണത്തിനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. US വിമാനവാഹിനി കപ്പലും US പടക്കപ്പലുകളും മിഡിൽ ഈസ്റ്റിൽ എത്തിയ ഈ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവനുസരിച്ച് US സൈന്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഇറാനിൽ കയറി അടിക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോക്കെന്ന് പറയുന്നത്. US നാവികസേനയുടെ എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാനിലെ സൈന്യവും നിരന്തരമായിട്ടുള്ള ജാഗ്രതയിലാണ്. കഴിഞ്ഞ ദിവസം യൗമാർ അവിടെ ഒരു LED വാളൊക്കെ വെച്ചിട്ട് അതിനകത്ത് അമേരിക്കൻ പടക്കപ്പലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെ പൊട്ടിച്ചെതറുന്ന ദൃശ്യങ്ങൾ അമേരിക്കക്കാർക്ക് മുമ്പിലോട്ട് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ചിരിക്കുകയായിരിക്കും. കാരണം അമേരിക്കയ്ക്ക് മുമ്പിൽ ഇറാൻ ഒന്നുമല്ല, ഇറാനെ പപ്പടം പോലെ പൊടിക്കുക അമേരിക്കയ്ക്ക് പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അതിലല്ല കാര്യം. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ വലിയൊരു രാജ്യമാണ്. അവിടെ അമേരിക്ക തൊട്ടാൽ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ കോളിളക്കമുണ്ടാകും. കാരണം ഇറാനിൽ എണ്ണയുണ്ട്, അതിൻ്റെ അടുത്ത് ഹോർമൂസ് കടലിടുക്കുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്തായാലും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിൽ വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ടെന്ന് US സൈന്യം ഇപ്പോൾ പറയുന്നു. US ഇറാൻ ബന്ധം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങുന്നില്ല. നമുക്ക് അതിൻ്റെ ചരിത്രം കൂടെ പെട്ടെന്ന് ഓടിച്ചു നോക്കിയിട്ട് പോകും. 1925 1941 റൈസ് ഷാ പഹൽവി ഇറാനിൽ ആധുനിക രാജവാഴ്ചയുടെ യുഗം തുടങ്ങി. 1925 അത് ആരംഭിച്ചു.
റസ് ഷാ പഹൽവി പേർഷ്യയുടെ പേര് ഇറാൻ എന്ന് ആ സമയത്താണ് മാറ്റുന്നത്. 1941 ടു 1979 മുഹമ്മദ് റസ് ഷാ പഹൽവി അദ്ദേഹം റസ് ഷാ പഹൽവിയുടെ മകനായിരുന്നു. മത നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ ആശയങ്ങളിൽ അതൃപ്തരായിരുന്നു എന്നുള്ളതാണ്. 79 ജനുവരി 16 ഇസ്ലാമിക വിപ്ലവം അവിടെ തുടങ്ങി. അതോടുകൂടി ഇറാൻ്റെ കണ്ടകശനിയും തുടങ്ങി എന്നുള്ളതാണ്. പ്രതിഷേധങ്ങൾ രാജാവിനെ ഇറാനിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതനാക്കി. 2500 വർഷം പഴക്കമുള്ള രാജവാഴ്ച അവസാനിപ്പിച്ച് ഇറാൻ ഔദ്യോഗികമായി അന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി എന്നുള്ളതാണ്. 1979 അമേരിക്ക ആദ്യമായി ഇറാന് മേൽ കടുത്ത ഉപരോധങ്ങൾ കൊണ്ടുവരുന്നു. 79-89 കാലഘട്ടങ്ങളിൽ ആയത്തുള്ള റൂഹുള്ള ഖൊമേനി ആദ്യത്തെ പരമോന്നത നേതാവ് ഭരണം നടത്തി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നു. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിൻ്റെ സദാം ഹുസൈനെ പിന്തുണച്ചു, ആയുധങ്ങൾ നൽകി. 1988 അമേരിക്കൻ സൈന്യം ഇറാനിയൻ യാത്രാ വിമാനം അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തി 290 പേര് മരിച്ചു. 1989 ഖൊമേനിയുടെ മരണത്തിന് ശേഷം പുതിയ ഖൊമേനി പരമോന്നത നേതാവായി അന്ന് മുതൽ ഇറാൻ്റെ ഭരണാധികാരിയായി ഇപ്പം മുതൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ബങ്കറിനകത്ത് അളിയാൻ പോയി ഇരിക്കുകയാണ്. 2002 US പ്രസിഡന്റ് ജോർജ് ബുഷ് ഇറാനെ ലോകത്തിലെ അപകടകരമായിട്ടുള്ള രാജ്യമെന്നാണ് പ്രഖ്യാപിച്ചത്. 2015 അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ ഭരണത്തിൽ കീഴിൽ ഇറാനുമായി ഒരു സുപ്രധാന കരാറിലെത്തിയിരുന്നു. ആണവ പദ്ധതി നിർത്തലാക്കണമെന്നുള്ള വ്യവസ്ഥയിൽ ഇറാന് മേലുള്ള ചില ഉപരോധങ്ങൾ US അന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. പിന്നെ 2018 അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറി. ഇറാന് മേൽ കടുത്ത ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തി. 2020 ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്ക ഇറാനിയൻ ഉന്നത ജനറലായിട്ടുള്ള ഖാസിം സുലൈമാനിയെ വധിക്കുകയും ചെയ്തു. അപ്പോൾ അതുവരെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഒരു സെറ്റപ്പിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇനി ഇന്ത്യയുടെ ഒരു വമ്പൻ നീക്കം ഇതിനകത്തൂടെ നടക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്? ഇതുവരെ അമേരിക്കയുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന സകല GCC രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയും UAEയും തമ്മിൽ ഒരു പുതിയ തന്ത്രപ്രധാന പ്രതിരോധ കരാർ സ്ട്രാറ്റജിക് ഡിഫൻസ് പാക്റ്റിൽ ഒപ്പിടാനായിട്ട് പോവുകയാണ്. അതെന്താണ് ആ സ്ട്രാറ്റജിക് ഡിഫൻസ് പാക്റ്റ്? ഇന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നമ്മളൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ചരിത്രപരം ഹിസ്റ്ററി ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്നാണ് പറയുന്നത്. രോമാഞ്ചമല്ല, ഡൊണാൾഡ് ട്രംപ് വായിൽ വിരലിട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അത് വേറെ കാര്യം. എന്തായാലും ഈ കരാർ, അതായത് നമ്മൾ UAEയുമായിട്ട് ഒപ്പിടാൻ പോകുന്ന ഈ സൈനിക കരാർ കൂടുതൽ ബന്ധം, അതായത് GCCയും നമ്മുടെ രാജ്യവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാണ്. നമ്മളിങ്ങനെ GCC ആയിട്ടൊക്കെ ബന്ധം ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ നിന്ന് അവിടെ തെണ്ടി തിരിയാനും അവിടെ കൂലി പണിക്കും പോകണം. ഇവിടുത്തെ കുറേ സുഡാപ്പികളുണ്ട്. അവന്മാരെ വിചാരം അറബികളെ കാട്ടിലും വലിയ അറബികളാണ് യവന്മാരെന്നാണ്. യവന്മാർ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കണം നോക്കണേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം ശക്തമാക്കി ആ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിനും കൂടുതൽ സമ്പത്തും സമൃദ്ധിയും സുരക്ഷയും വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റഫേൽ യുദ്ധവിമാനങ്ങളെ കേന്ദ്രമാക്കി നടക്കുന്ന ഒരു സഹകരണമാണ് ഈ കരാർ എന്ന് പറയുന്നത്. ഇതിൽ റഫേൽ എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത് ഈ കരാറിൽ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയും UAEയും ഫ്രാൻസിൽ നിന്നുള്ള റഫേൽ ജെറ്റുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരേ വിമാന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് കൊണ്ട് പൈലറ്റുമാരുടെ സംയുക്ത പരിശീലനം, ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ്, മെയിൻ്റനൻസ്, ലോജിസ്റ്റിക്സ്, സ്പെയർ പാർട്സ് അപ്ഗ്രേഡ്, ടെക്നോളജി കോർഡിനേഷൻ എന്നിവ എളുപ്പമാകും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റഫേൽ പാർട്ട്ണർഷിപ്പ് ഈ വാർത്തയുടെ കേന്ദ്ര വിഷയമായി മാറുകയാണ്. അതായത് ഈ ഡിഫൻസ് പാക്റ്റിൻ്റെ കേന്ദ്ര വിഷയം റഫേൽ പാർട്ട്ണർഷിപ്പാണ്. വിമാനങ്ങൾ കൈമാറുമോ എന്നായിരിക്കില്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ഇന്ത്യയുടെ കയ്യിലും റഫേലുണ്ട്, UAEയുടെ കയ്യിലും റഫേലുണ്ട്. അങ്ങനെയാണെങ്കിൽ UAEയുടെ റഫേൽ ഇന്ത്യക്ക് കൈമാറുമോ, ഇന്ത്യയുടെ റഫേൽ UAEക്ക് കൈമാറുമോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോൾ ഉദിച്ചിരിക്കുക. അങ്ങനെ കൈമാറില്ല എന്നുള്ളതാണ്. ഈ കരാർ പ്രകാരം ഇന്ത്യ തൻ്റെ റഫേൽ UAEക്ക് കൊടുക്കുന്നില്ല. UAE അവരുടെ റഫേൽ ഇന്ത്യക്ക് നൽകുന്നില്ല. ഇത് എയർക്രാഫ്റ്റ് എക്സ്ചേഞ്ച് ഡീലല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പകരം ഒരേ തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സംവിധാനം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ കരാർ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും ഈ പ്രതിരോധ കരാറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ജോയിൻ്റ് എയർ എക്സസൈസ്, പൈലറ്റ് ആൻഡ് ഗ്രൗണ്ട് ക്രൂ ട്രെയിനിങ്, ഡിഫൻസ് ടെക്നോളജി കോർപ്പറേഷൻ, മാരിടൈം സെക്യൂരിറ്റി, ഇന്ത്യൻ മഹാസമുദ്രവും ഗൾഫ് മേഖലയും സംയുക്തമായി സുരക്ഷിതമാക്കാനുള്ള കരാറാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. കൗണ്ടർ ടെററിസം കോർപ്പറേഷൻ ഉണ്ട്. അത് കേൾക്കുമ്പോൾ എന്തൊരു രോമാഞ്ചം. അതായത് ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള കോർപ്പറേഷനാണ് ഇന്ത്യയും UAEയും തമ്മിൽ നടത്താൻ പോകുന്നത്. പിന്നെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഉണ്ട്, ഫ്യൂച്ചർ പ്രോജക്ട്സിൽ സഹകരണം എന്നിവയുണ്ട്. ആരുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യ ആയുധം വാങ്ങിച്ച് UAEക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് മേടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഡീപ്പ് മിലിറ്ററി കോർഡിനേഷനാണ് UAEയും ഇന്ത്യയും തമ്മിൽ വരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇന്ത്യയും UAEയും ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ആർക്കാണ് ഗുണം കിട്ടുക? ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ സൈനിക തന്ത്രപ്രധാനമായിട്ടുള്ള സ്വാധീനം വർദ്ധിക്കും. അമേരിക്കയ്ക്കാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്വാധീനമുള്ളത്. എല്ലാ ഗൾഫ് മേഖലയിലും അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട്.
ഉണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഇടയ്ക്കിടയ്ക്ക് ഇറാനെ അമേരിക്ക അടിക്കുമ്പം ഇറാൻ നേരെ ഖത്തറിൽ കൊണ്ട് ബോംബിടുന്നതും. ആ ഖത്തറിൽ കൊണ്ട് ബോംബിടുന്നത് അവിടെ അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം ഉള്ളതുകൊണ്ടാണ്. എന്തായാലും പാകിസ്ഥാനേക്കാൾ UAE ഇന്ത്യയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഒരു സീരിയസ് ഡിഫൻസ് പാർട്ട്ണറായി മാറുന്നു. മിഡിൽ ഈസ്റ്റിലാണ് സീരിയസ് ഡിഫൻസ് പാർട്ട്ണർ. നമ്മുടെ രാജ്യം ഓരോ പടിയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്ക നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 വർഷം മുമ്പ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഇത്രയും വലിയ ശക്തിയായി മാറി നിൽക്കുന്നത്. 2014 നരേന്ദ്രമോദി വന്ന ശേഷം ഇടുന്ന കരാറുകളൊക്കെ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോഴും ഇവിടെയുള്ള കുറേ എണ്ണം ഇരുന്ന് പറയും ഗുജറാത്തിൽ 21 കോടിയുടെ വാട്ടർ ടാങ്ക് തകർന്നു, പിന്നെ മറ്റിടത്ത് ജോലിയില്ല, ഇവിടെ മറ്റതില്ല. നിനക്കൊക്കെ ജോലി വേണമെങ്കിൽ ഇനി വരാൻ പോകുന്നത് AI യുഗമാണ്. നിനക്ക് ഫിനാൻഷ്യൽ നോളജ് ഉണ്ടോ? ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ? ട്രേഡിംഗ് എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, SIP ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? AI എന്താണെന്ന് അറിയാമോ? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സ്കില്ലുണ്ടോ കയ്യിൽ? എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടോ കയ്യിൽ? അപ്പോൾ ഇതെല്ലാം വേണം. വെറുതെ ഡിഗ്രിയും പഠിച്ച് അതും എടുത്ത് കഷ്ടത്തിൻ്റെ ഇടയിൽ വെച്ച് റോഡിലോട്ട് ഇറങ്ങിയ ജോലി കിട്ടൂല. ഇനി അത് മനസ്സിലാക്കണം. UAE പോയി കഴിഞ്ഞാലും അവിടെ സ്കില്ലുള്ള ആൾക്കാർക്കാണ് ജോലി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി എവിടെയെങ്കിലും പോയി PSC SSC ഒക്കെ എഴുതി തുരുമ്പെടുത്ത ഫാനിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഇരുന്ന് കൂർക്കം വലിച്ച് ഉറങ്ങാന്ന് പറഞ്ഞാൽ ആ കേസ് നടക്കുന്ന കാര്യമല്ല. ഞെഹി എന്ന് പറഞ്ഞാൽ ഞെഹി. സ്വയം തൊഴിൽ കണ്ടെത്തുക, അതിനു പറ്റിയ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ FTA കരാർ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പുവെച്ച ഈ സാഹചര്യത്തിൽ ഓഹരി വിപണിയിലടക്കം ലക്ഷം കോടി രൂപയുടെ കളിയാണ് നടക്കുന്നത്. കാശുള്ളവൻ 5-10 എടുക്കും, 10-20 എടുക്കും, 20-50 എടുക്കും, അങ്ങനെ ചെയ്യും. ഇല്ലാത്തവൻ ഇവിടെ വായി വിരലിട്ടുകൊണ്ടിരിക്കും. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഒരു സ്കില്ലും ഇല്ലല്ലോ. ആകപ്പാടെ സ്കില്ലെന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ കയറുക, അമ്മാവന്മാരുടെ കൂടെ ഇരുന്ന് തെറി വിളിക്കുക നരേന്ദ്രമോദി. അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതും വെച്ചോണ്ട് അപ്പി അവിടെ ഇരിക്കുക കേട്ടോ. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഒരു സീരിയസ് ഡിഫൻസ് പാർട്ട്ണർ ആവാനായി പോവുകയാണ്. ഇത് UAEക്ക് എന്താണ് ഇത് ലാഭം എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ മിലിറ്ററി എക്സ്പീരിയൻസ്, മാൻ പവർ സ്ട്രെങ്ത്, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ നോളജ് ഇതെല്ലാം UAEക്ക് ഉപയോഗപ്പെടുത്താം. വെസ്റ്റേൺ പവേഴ്സിനെ മാത്രം ആശ്രയിക്കാതെ ഒരു ഏഷ്യൻ സ്ട്രാറ്റജിക് പാർട്ട്ണറായി UAEക്ക് വളർന്നു വരാമെന്നുള്ളതാണ് ഇതിൽ UAEക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇന്ത്യയും UAEയും റഫേൽ യുദ്ധവിമാനങ്ങളെ കേന്ദ്രമാക്കി സൈനിക പരിശീലനം, അഭ്യാസം, സാങ്കേതിക സഹകരണം എന്നിവ ശക്തമാക്കുന്ന ഒരു തന്ത്രപ്രധാന പ്രതിരോധ കരാറിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഒരു വമ്പൻ ശക്തിയായി ഉയർന്നു വരാൻ പോകുന്നു. അപ്പോൾ ശരി.